ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി പ്രഭാവതിയോട് പറയും, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇല്ല, ഒരിക്കലും അത് സാധിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ സഹോദരനെയും ജാസ്മിനെയും എനിക്ക് ഇവിടെ നിന്ന് പുറത്താക്കാമെങ്കിൽ നിങ്ങളെയും എനിക്ക് ഇവിടെ നിന്ന് നിഷ്പ്രയാസം പുറത്താക്കാനാവും. അതുകൊണ്ട് പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ. 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയിട്ട് വിശാലിൻ്റെ അടുത്തേക്ക് ഒരു കപ്പ് ചായയും കൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ആ ചായ വിശാലിന് കൊടുത്തിട്ട് പറയും, ഞാൻ സാറിൻ്റെ ചില സ്വഭാവ രീതികളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ വിശാൽ ചോദിക്കും, എൻ്റെ സ്വഭാവത്തിന് ഇപ്പോൾ എന്താ കുഴപ്പം പാർവതി? ഒന്നുമില്ല. അപ്പോൾ വിശാൽ പറയും, പറയടോ, താൻ എന്താ പറയാൻ വന്നത്? അപ്പോൾ പാർവതി പറയും, ചില നേരത്ത് സാറിനോട് ആരെന്ത് തെറ്റ് ചെയ്താലും സാർ അതൊക്കെ ക്ഷമിക്കും. ചില നേരത്ത് തെറ്റ് ചെയ്തവരോട് സാർ ക്ഷമിക്കുകയില്ല. എനിക്ക് സാറിൻ്റെ ഈ രീതി ഒട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ, സാറിനോട് ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്ത ആളിനോട് സാർ ക്ഷമിക്കുമോ, അതോ ആ ആളിനെ ശിക്ഷിക്കുമോ? അപ്പോൾ വിശാൽ പറയും, ആ നേരത്ത് എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതനുസരിച്ചായിരിക്കും ഞാൻ പ്രതികരിക്കാം. എങ്ങനെയെങ്കിൽ സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അങ്ങനെ ചെയ്തതെങ്കിലോ? അപ്പോൾ വിശാൽ പറയും, ഞാൻ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെങ്കിലും ആണ് അങ്ങനെ ചെയ്തതെങ്കിൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാനാവില്ല. അവരോട് ഞാൻ ക്ഷമിക്കുകയില്ല. പക്ഷേ എനിക്ക് അവരോടുള്ള സ്നേഹം കാരണം ചിലപ്പോൾ അവരെ ശിക്ഷിച്ചു എന്ന് വരില്ല. അപ്പോൾ പാർവതി ചോദിക്കും, ഞാനൊരു വലിയ തെറ്റ് സാറിനോട് ചെയ്തു എന്ന് വിചാരിക്കേ, സാർ എന്നെ ശിക്ഷിക്കുമോ അതോ സാർ എന്നോട് ക്ഷമിക്കുമോ? അപ്പോൾ വിശാൽ പറയും, താൻ എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ തന്നോട് ക്ഷമിക്കും. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? തന്നെ ഞാൻ എൻ്റെ ജീവനായാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് താൻ എത്ര വലിയ തെറ്റ് ചെയ്താലും തന്നെ ശിക്ഷിക്കാൻ എനിക്കാവില്ല. അപ്പോൾ പാർവതി ചോദിക്കും, പ്രഭാവതി അമ്മ തെറ്റ് ചെയ്താലോ? അമ്മ തെറ്റ് ചെയ്യാനോ? അതൊരിക്കലും സംഭവിക്കില്ല പാർവതി. അമ്മ എനിക്കെതിരെ ഒന്നും ചെയ്യില്ല, ഒരു തെറ്റും ചെയ്യില്ല, ഒരു ദ്രോഹവും ചെയ്യില്ല. അമ്മ എനിക്കെതിരെ ദ്രോഹം ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ തുല്യാവും. തകർന്നു പോവും ഞാൻ. അമ്മ ഇത്ര നാൾ കാണിച്ച സ്നേഹം മുഴുവൻ കള്ളത്തരമാണെന്ന് തോന്നിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അത് ഉൾക്കൊള്ളാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. ഞാനിപ്പോൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? അമ്മയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പാപമാണ്. താൻ എന്തിനാണ് ഇതൊക്കെ എന്നോട് ചോദിച്ചത്? അപ്പോൾ പാർവതി പറയും, ഞാൻ വെറുതെ ചോദിച്ചാണ് സാറെന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ്. ഇവരുടെ സംസാരമൊക്കെ പ്രഭാവതി മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കേട്ട പ്രഭാവതി പാർവതിയോട് പോയിട്ട് പറയും, വിശാലിന് മനസ്സറിയാൻ വേണ്ടി നീ നടത്തിയ ശ്രമങ്ങളൊക്കെ ഞാൻ കണ്ടു. നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ പാർവതി, നീ എത്ര കിടന്ന് പരിശ്രമിച്ചാലും വിശാലിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ധാരണ ഒരിക്കലും മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയില്ല. അത്രത്തോളം സ്വാധീനം ഞാൻ അവനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നീ വിചാരിച്ചാലൊന്നും നശിപ്പിക്കാനാവില്ല. വേണമെങ്കിൽ നീ അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു നോക്ക്. ഇതെന്റെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നീ കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ പാർവതി വിചാരിക്കും, പ്രഭാവതി അമ്മയെ ഇത്രയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിശാൽ സാറിനെ എനിക്ക് എങ്ങനെ പ്രഭാവതി അമ്മയുടെ വലയത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും? അതേസമയം പ്രഭാവതി വിചാരിക്കും, എത്ര പെട്ടെന്നാണ് പാർവതി പ്രതാപനെയും ജാസ്മിനെയും ഇവിടെ നിന്ന് പുറത്താക്കിയത്. എത്ര ബുദ്ധിപരമായിരുന്നു അവളുടെ നീക്കങ്ങൾ. അവളെ സൂക്ഷിക്കണം. പ്രതാപനെയും ജാസ്മിനെയും പുറത്താക്കിയ പാർവതി ഇനി എന്നെ പുറത്താക്കാൻ അധികം വൈകില്ല. ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു വലിയ ബ്രഹ്മാസ്ത്രം തന്നെ എനിക്ക് പ്രയോഗിക്കേണ്ടി വരും. എന്നിട്ട് ഫോൺ എടുത്തിട്ട് പ്രതാപനെ വിളിക്കുകയാണ്. പ്രഭാവതിയുടെ ഫോൺ കണ്ടതും പ്രതാപൻ ചോദിക്കും, എന്തായി ചേച്ചി, ഞാൻ അങ്ങോട്ട് തിരിച്ചു വരട്ടെ? അപ്പോൾ പ്രഭാവതി പറയും, ഇവിടെ നിന്ന് എനിക്ക് എപ്പോഴാണ് ഇറങ്ങേണ്ടി വരിക എന്ന് തന്നെ അറിയില്ല. അപ്പോഴാണ് നീ ഇങ്ങോട്ട് തിരികെ കയറി വരാൻ നോക്കുന്നത്. ചേച്ചി എന്തിനാ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്? ചേച്ചിയെ പുറത്താക്കാൻ പാർവതി എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ? അപ്പോൾ പ്രഭാവതി പറയും, അവൾക്ക് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അവൾ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 3 ദിവസമാണ് അവൾ എനിക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ അവൾ എന്നെ പുറത്താക്കിയിരിക്കുമെന്ന് അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതാപൻ പറയും, അവൾ അങ്ങനെ വെല്ലുവിളിച്ചെങ്കിലേ ചേച്ചിക്ക് അവിടെ നിന്ന് ഇറങ്ങാതെ വേറെ വഴിയൊന്നുമില്ല. അതാണ് പാർവതിയുടെ ഇപ്പോഴത്തെ റേഞ്ച്. അപ്പോൾ പ്രഭാവതി പറയും, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഈ പ്രഭാവതി മരിക്കണം. ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നത്? എടാ, പാർവതി ഒതുക്കണമെങ്കിലേ നമ്മൾ അതിനെ ഒരു വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ അവളെ തകർക്കുകയും വേണം, നിന്നെ തിരികെ ഇവിടെ എത്തിക്കുകയും വേണം. എന്തെങ്കിലും പദ്ധതി ചേച്ചിയുടെ മനസ്സിലുണ്ടോ? ഉണ്ട് പ്രതാപ, ഒരു വലിയ പ്ലാൻ ഉണ്ട്. നീ അത് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ പ്രതാപനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ പ്രതാപൻ പറയും, ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി പോയിട്ട് വിശാലിനോട് പറയും, എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം മോനെ. എന്തു പറ്റിയമ്മേ? അത് നിന്നോട് പറയാനാ ഞാനിപ്പോൾ വന്നത്. ഒരു പ്രശ്നമുണ്ട് മോനെ. എന്ത് പ്രശ്നം? എൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്തൊന്നും ഇപ്പോൾ എൻ്റെ പേരിലല്ലല്ലോ. അതൊക്കെ പാർവതിയുടെ പേരിൽ എഴുതി കൊടുത്തില്ലേ?
ഈ വസ്തുക്കളൊക്കെ പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ച് വസ്തുക്കൾ നമ്മുടെ ചില തൊഴിലാളികൾക്ക് ദാനമായി കൊടുത്തിരുന്നു. അവർ അന്നു മുതൽ ആ വസ്തുക്കൾ താമസിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവർക്ക് ദാനമായിട്ട് കൊടുത്ത വസ്തുക്കൾ അവരുടെ പേരിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ് അവരെ. അതിപ്പോൾ അവർക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? പാർവതിയുടെ പേരിലുള്ള വസ്തുക്കൾ ഞാൻ എങ്ങനെ അവർക്ക് എഴുതി കൊടുക്കും? ഞാൻ എൻ്റെ നിസ്സഹായ അവസ്ഥ അവരോട് പറഞ്ഞു. പക്ഷേ അവർ അതൊന്നും കേൾക്കുന്നില്ല. ഞാനത് എഴുതി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് അവർ എൻ്റെ സ്വസ്ഥത കെടുത്തുകയാണ്. ഞാൻ എന്തു ചെയ്യും? ഇതിപ്പോൾ വലിയൊരു മനപ്രയാസവും നാണക്കേടുമായിട്ട് ഇരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം പെട്ടെന്ന് കാണണം. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. എന്ത് പരിഹാരം കാണാൻ പറ്റും? അത് ആലോചിക്കാനാണ് ഞാനിപ്പോൾ മോൻ്റെ അടുത്തേക്ക് വന്നത്. അല്ല, ഇതിനെ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ മോനെ. ഞാൻ ദാനമായി കൊടുത്ത വസ്തുക്കൾ പാർവതി തന്നെ അവർക്ക് എഴുതി കൊടുത്താൽ ആ ഇഷ്യൂസ് അവിടെ കഴിയും. പക്ഷേ പാർവതി അതിന് സമ്മതിക്കണം. അപ്പോൾ വിശാൽ പറയും, അമ്മ വിഷമിക്കേണ്ട. അമ്മ ദാനം ചെയ്ത വസ്തുക്കൾ ആ തൊഴിലാളികളുടെ പേരിൽ ആക്കി കൊടുത്താൽ പോരെ? അത് നമുക്ക് ചെയ്യാം. പാർവതിയോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ പ്രഭാവതി പറയും, ആ വസ്തുക്കൾ പാർവതിയുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും വസ്തു തൊഴിലാളികൾക്ക് ദാനം ചെയ്യില്ലായിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ പേരിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായാലും മതിയായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വസ്തുക്കൾ തൊഴിലാളികൾക്ക് നൽകാമായിരുന്നു. ഇപ്പോൾ അതും ഇല്ലല്ലോ. ഇത് എനിക്ക് പറ്റിയ അബദ്ധമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ എന്നും എനിക്ക് തന്നെ ഉണ്ടാകുമെന്ന് കരുതിയത് മണ്ടത്തരായി പോയി മോനെ. പാർവതി ആ വസ്തുക്കൾ അവരുടെ പേരിൽ എഴുതി കൊടുത്തില്ല എങ്കിൽ നാണം കെട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ വിശാൽ പറയും, അമ്മ സമാധാനിക്ക്. പാർവതിയുടെ പേരിലുള്ള വസ്തുക്കൾ മുഴുവൻ അമ്മയ്ക്കുള്ളത് തന്നെയാണ്. നീ ഇത് എന്നോട് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മോനെ? എൻ്റെ പേരിലല്ലാത്ത സ്വത്തുക്കൾ എങ്ങനെ എൻ്റേതാവും? അപ്പോൾ വിശാൽ പറയും, പാർവതിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആയില്ലേ? അപ്പോൾ പ്രഭാവതി പറയും, അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? പാർവതി സമ്മതിക്കണ്ടേ? പിന്നെ അച്ഛൻ്റെ അനുവാദവും വേണ്ടേ? അപ്പോൾ വിശാൽ പറയും, അതൊന്നും അമ്മ ആലോചിക്കേണ്ട. സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേർക്ക് എഴുതി തരണമെന്ന് പാർവതിയോട് പറഞ്ഞാൽ അവൾ ഒരിക്കലും അത് നിഷേധിക്കില്ല. ഞാൻ എവിടെ ഒപ്പിടാൻ പറയുന്നുവോ അവൾ അവിടെ ഒപ്പിടും. പിന്നെ അച്ഛൻ്റെ അനുവാദം. പാർവതി സമ്മതിച്ചാൽ അച്ഛന് സമ്മതിക്കും. അച്ഛൻ്റെ അനുവാദം വാങ്ങുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ പ്രഭാവതി പറയും, അല്ലെങ്കിൽ വേണ്ട, ഇതൊന്നും എൻ്റെ പേരിൽ എഴുതണ്ട. എല്ലാം പാർവതിയുടെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. അവൾക്ക് മനസ്സലിവ് തോന്നി ഞാൻ തൊഴിലാളികൾക്ക് ദാനം കൊടുക്കാമെന്ന ഭൂമി മാത്രം അവർക്ക് എഴുതി കൊടുക്കട്ടെ. അപ്പോൾ വിശാൽ പറയും, പാർവതിക്ക് നമ്മുടെ സ്വത്തിലൊന്നും യാതൊരുവിധ അഭിനിവേശവും ഇല്ല. നമ്മളതൊക്കെ അവൾക്ക് എഴുതി കൊടുത്തത് കൊണ്ട് അവൾ അതിനെ അവകാശിയായി എന്ന് മാത്രമേ ഉള്ളൂ. തിരികെ അമ്മയുടെ പേരിൽ എഴുതി തരണമെന്ന് പറഞ്ഞാൽ അവൾ സന്തോഷത്തോടെ എഴുതി തരും. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഉടനെ തന്നെ സ്വത്തുക്കൾ അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിശാൽ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ പ്രഭാവതി മനസ്സിൽ വിചാരിക്കും, എന്തായാലും സംഗതി ഇത്ര പെട്ടെന്ന് ഏൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഒത്തുവരുന്നുണ്ട്. അപ്പോഴാണ് പാർവതി അതുവഴി വരുന്നത് കേട്ടോ. പാർവതിയെ കാണുമ്പോൾ പ്രഭാവതി പറയും, നിനക്കിപ്പോൾ സമാധാനമായില്ലേ? അപ്പോൾ പാർവതി പറയും, അമ്മ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രഭാവതി പറയും, പ്രതാപനെയും ജാസ്മിനെയും പുകച്ച് പുറത്തു ചാടിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേ? ഞാൻ അതിന് എന്ത് ചെയ്തു എന്നാണ് അമ്മ പറയുന്നത്? എൻ്റെ മുമ്പിലെ കൂടുതൽ വേഷം കെട്ട് നടത്തരുത്. നിന്റെ എല്ലാ അഭ്യാസങ്ങളും അറിയാൻ ശേഷിയുള്ളവളാണ് ഈ പ്രഭാവതി. പ്രതാപനെയും ജാസ്മിനെയും ഇവിടെ നാട്ടി ഓടിച്ചാൽ പ്രഭാവതി തളർന്നു പോകുമെന്നാണോ നീ കരുതിയത്? ഒന്നും നടക്കില്ലടി. ആരൊക്കെ കൂടിയില്ലെങ്കിലും നിന്നോട് എതിർക്കാൻ ഈ പ്രഭാവതി മാത്രം മതി. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭാവതി അമ്മേ. പക്ഷേ ഒരിക്കലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഉദയനൂരമ്മയും ഗായത്രി അമ്മയും എൻ്റെ കൂടെ ഉള്ളിടത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ സാധിച്ചെടുക്കില്ല. നിങ്ങളുടെ അനിയനും ജാസ്മിനും പടിയിറങ്ങിയതുപോലെ തന്നെ നിങ്ങളും ഈ കുടുംബത്തിൽ നിന്ന് താനേ പടിയിറങ്ങി പോകും. അത് നിന്റെ വ്യാമോഹമാണ് പാർവതി. ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പടിയിറക്കാമെന്ന് നീ കരുതണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുന്നതും നീയും നിന്റെ അനിയത്തിയായിരിക്കും. ഇതുവരെ കാലം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന് കരുത്. എന്നും അത് അങ്ങനെ ആയിരിക്കില്ല. പ്രഭാവതി അമ്മ കാറ്റ് തിരിഞ്ഞു വീശി തുടങ്ങി. പ്രഭാവതി അമ്മേ, അതെ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രഭാവതി പറയും, എത്ര വലിയ കൊടുങ്കാറ്റായാലും ഈ പ്രഭാവതിക്ക് അത് വെറും നിസ്സാരമാണ്. ഒരു കുളിർ കാറ്റ്. അല്ലാതെ ആ കാറ്റും കോളും കൊണ്ട് ഈ പ്രഭാവതിയെ അടിപതറിക്കാൻ പറ്റില്ല. നമുക്ക് കാണാൻ പോകുന്നത് നീയായിരിക്കും. നിനക്കെതിരെ പുതിയൊരു ബ്രഹ്മാസ്ത്രം ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് തടുക്കാൻ സാധിക്കുമെങ്കിൽ നീ തടഞ്ഞ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ പാർവതി വിചാരിക്കും, പുതിയ എന്ത് ചതിയായിരിക്കും അവർ ഒരുക്കിയിരിക്കുന്നത്? വിശാൽ സാറിന് പ്രഭാവതി അമ്മയെക്കുറിച്ചുള്ള ധാരണ മാറ്റിയെടുക്കണം. എങ്ങനെ അത് സാധിക്കും എന്ന് പറഞ്ഞ് വിശാലിനെ പാർവതി ഒരു കപ്പ് ചായയും കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ വിശാൽ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് വക്കീലിനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് വക്കീലിനെ വിളിച്ചിട്ട് പറയും, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ വക്കീലിനെ വിളിച്ചത്. എന്താ സാറ് പറഞ്ഞോ? അപ്പോൾ വിശാൽ പറയും, പാർവതിയുടെ പേരിൽ ഇപ്പോൾ ഉള്ള എല്ലാ കുടുംബ സ്വത്തുക്കളും എത്രയും പെട്ടെന്ന് പ്രഭാവതി അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതണം.
വിശാൽ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.